ഡിയറീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും. അപ്പോൾ ഇന്ന് എന്താണ് ഫേഷ്യലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സുന്ദരിയാകാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്താ പ്ലാന്, നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം വേണ്ടത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലെൻസ് ചെയ്യാൻ ഞാൻ ഇവിടെ നാരങ്ങ നീരാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങ നീര് എൻ്റെ ഫേസിനും സ്കിന്നിനും നോ പ്രോബ്ലം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, തേന് യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറാണ് കേട്ടോ. മെയിനായിട്ട് ബീട്രൂട്ട് സ്ക്രബ് ആയതുകൊണ്ട് ബീട്രൂട്ട് സ്ക്രബിന് ഞാൻ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് ബീട്രൂട്ട് നമ്മൾ നോർമലി എടുക്കുന്ന അരയ്ക്കുകയോ വെള്ളം പോലെ ആക്കുകയോ ഒന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. ഇനി ഒരു ക്യൂബ് ടൈപ്പിൽ കട്ട് ചെയ്തെടുത്ത ശേഷം, ഒരു നീണ്ട രീതിയിലുള്ള ക്യൂബാണ് കേട്ടോ എടുത്ത ശേഷം, ആ ഭാഗത്ത് ഞാൻ ഈ വിരൽ വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ തോരന് കൊത്തി അരിയില്ലേ, അതുപോലെ ഒരു ബ്രഷ് പോലെ നമ്മൾ കൊത്തി അരിഞ്ഞ് അതുപോലെ ആക്കുക, സ്പ്രെഡ് ആക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഷുഗറിൽ ഡിപ്പ് ചെയ്ത ശേഷം ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഞാൻ എവിടെ നിന്നും കിട്ടിയ അറിവല്ല, ഇത് എൻ്റെ കണ്ടുപിടുത്തമാണ്. അത് വർക്കൗട്ട് ആവാം എന്ന് നോക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് വർക്കൗട്ട് ആവോ ഇല്ലേന്ന് നിങ്ങൾ അങ്ങോട്ട് വീഡിയോയിലോട്ട് പോകുമ്പോൾ മനസ്സിലാകും. അത് കഴിഞ്ഞ് ലാസ്റ്റ് വേണ്ടത്, ഞാനൊരു പാക്ക് ചെയ്യുന്നുണ്ട്. പാക്ക് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ്. കടലമാവാണ് ഞാൻ യൂസ് ചെയ്ത് മിക്സ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കാണിക്കാൻ പറ്റില്ല, സോറി. മിക്സ് ചെയ്ത ശേഷം ഷൂട്ട് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. ഇതിൽ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ പച്ചപ്പാല്, കടലമാവ്, പിന്നെ പച്ചമഞ്ഞളിൻ്റെ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും മിക്സ് ചെയ്ത്, വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചപ്പാലിന് പകരം തൈര് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ സ്കിൻ അലർജി നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം പ്രോസസ്സ് തുടങ്ങാം. പ്രോസസ്സ് തുടങ്ങുന്നത് ആദ്യം എന്താണ്, ക്ലെൻസിങ് ആണ് നമ്മൾ ചെയ്യുന്നത് ഫേസിന്. ക്ലെൻസിങ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നാരങ്ങ നീര് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും തേന് യൂസ് ചെയ്തോളൂ. തേൻ അങ്ങനെ ആർക്കും സ്കിന്നിന് പ്രോബ്ലം വരത്തില്ല. അപ്പോൾ എനിക്ക് നാരങ്ങ നീര് ഓക്കെ ആണ്. ക്ലെൻസിങ് നമ്മൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്ലെൻസിങ്ങിന് വേണമെങ്കിൽ നമുക്ക് നാരങ്ങ നീരെടുക്കാം, അല്ലെങ്കിൽ തേൻ എടുക്കാം, വേണമെങ്കിൽ നമുക്ക് കുകുംബറിൻ്റെ നീരുണ്ടല്ലോ അത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്ത് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് കരുവാളി പോലെ ഇരിക്കുകയാണ്, നമ്മളിത് ചെയ്യാൻ പോവുകയാണെങ്കിൽ ക്ലെൻസിങ് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫേസ് ക്ലീനാണ്, പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ക്ലെൻസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വരിക. വാഷ് ചെയ്തിട്ട് വന്ന ശേഷം മുഖത്ത് വെള്ളം തുള്ളികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് തുടച്ച് കളയരുത്, അത് അങ്ങനെ തന്നെ വെച്ചേക്കുക. പിന്നെ നമുക്ക് അടുത്തത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് ഷുഗറിൽ ഡിപ്പ് ചെയ്ത ശേഷം ഫേസിൽ സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ബീട്രൂട്ട് സ്ക്രബിനെ പറ്റിയാണ്. ബീട്രൂട്ട് സ്ക്രബ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മുഖക്കുരുവൊക്കെ ഉണ്ടല്ലോ, മുഖക്കുരുവൊക്കെ വന്നിട്ട് അത് പോയതിൻ്റെ ചെറിയ പാടൊക്കെ ഉണ്ടല്ലോ, ആ പാടുള്ള ഭാഗത്താണ് കൂടുതൽ സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റിയിലൊന്നും, എനിക്ക് നെറ്റി ഭാഗങ്ങളിലൊന്നും മുഖക്കുരുവില്ല, കവിളിലാണ് കൂടുതലും എനിക്കുള്ളത്. കവിളിൽ മൂക്കിൻ്റെ സൈഡിൽ വരുന്ന ഒരു ഡാർക്ക് ഉണ്ടല്ലോ, ഒരു പിഗ്മെൻറ്റേഷൻ, അതും കൂടെയാണ്. ഇതൊരു വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രമോഷൻ അല്ല. ഇത് നമ്മുടെ ടാന്, പിന്നെ മുഖക്കുരുവിന് വന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ നമ്മൾ ലിപ്പിലെന്ന് പറയുമ്പോഴത്തേക്ക് ലിപ്പിൽ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ കാണും, ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നവരൊക്കെ ആണല്ലോ, അപ്പോൾ അവിടെ കൂടുതലും ഡീപ്പായിട്ട് സ്ക്രബ് ചെയ്യേണ്ട. അപ്പോൾ ഇത് കഴുകിയിട്ട് വരാം. ഒരു 5 മിനിറ്റെങ്കിലും സ്ക്രബ് ചെയ്യണം കേട്ടോ. അതിനുശേഷം വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ള എൻ്റെ ഫേസാണ്. ഫേസിൽ അത് നന്നായിട്ട് അത് അറിയാൻ പറ്റുന്നുണ്ട്, വർക്കൗട്ട് ആകുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പാക്കാണ് യൂസ് ചെയ്യുന്നത്. പാക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത്, ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാം. ഈ പാക്ക് യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്യും. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും 5 വയസ്സ് കഴിഞ്ഞ പിള്ളേർ, 5 അല്ലെങ്കിൽ 6 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം. ഈ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കക്ഷഭാഗങ്ങളിൽ ഒരു പിഗ്മെൻറ്റേഷൻ പോലെ കളറ് കാണിക്കുമ്പോഴത്തേക്കും ഈ പാക്ക് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ്. പിന്നെ അതുപോലെ ഫേസിലോ കഴുത്തിലൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക. ഇത് അലർജി വരത്തില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യരുത് കുട്ടികൾക്ക്, സാധാ പച്ച മഞ്ഞൾ യൂസ് ചെയ്താൽ മതി. ഇനി ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്ത് കളയുക കേട്ടോ.
20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, മസ്റ്റായിട്ടും ചെയ്യണമെന്ന്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ഇച്ചിരി ഡ്രൈ ആയി തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ പോയി ഫേസ് വാഷ് ചെയ്യുക. ഒരുപാട് ഡ്രൈ ആക്കാൻ വെക്കണ്ട. അപ്പോൾ നിങ്ങൾ ഇടുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും അത് ഡ്രൈ ആവുന്ന ടൈം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഞാനിത് വാഷ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ അതിൻ്റെ വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് സ്ക്രബ് ചെയ്തപ്പോഴേ എൻ്റെ മൂക്കിൻ്റെ ഭാഗത്തും കവളിൻ്റെ ഭാഗത്തൊക്കെ നല്ല പോളിഷ് ചെയ്ത കണക്കാണ് ഇരുന്നത്. ഇപ്പോൾ ഫേസിൽ അതും കൂടെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ പാക്കും കൂടെ ഇടുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം കാണുന്നുണ്ട്. ഡ്രൈ സ്കിൻ ആവത്തില്ല. ഈ ചൂട് സമയമാകുമ്പോഴത്തേക്കും ഈ ഫേസ് പാക്ക് നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യും കേട്ടോ. സ്ക്രബും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലേക്കും ബൈ.